നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വാസവദത്തയുടെ കല്യാണം. ഇത് എൻ്റെ ചാനലാട്ടോ, കഥകളതിസാഗരം. ഇന്ന് ഈ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കഥ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില പുരാണ കഥകളുണ്ട്. ആ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വാസവദത്തയുടെ കല്യാണം. ആരാണ് വാസവദത്ത? വാസവദത്ത ഉജ്ജയിനി എന്നൊരു രാജ്യമുണ്ട്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള സ്ഥലം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലസ്ഥാന നഗരിയാണ് ഉജ്ജയിനി. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ വളരെ അതായത് ഗുപ്തന്മാരുടെ ഭരണം എന്ന് തന്നെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം. അവരിലും ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആളാണ് വിക്രമാദിത്യൻ. ആ വിക്രമാദിത്യൻ്റെ തലസ്ഥാന നഗരിയാണ് ഉജ്ജയിനി. അവിടെ മഹാകാലീശ്വര ക്ഷേത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ, വളരെ പ്രസിദ്ധമായിട്ട്. കാണാൻ സാധിക്കുമെങ്കിൽ പോയി കാണൂ. ഞാൻ കഥയിലേക്ക് കടക്കട്ടെ. അന്ന് ഉജ്ജയിനി ചന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ പ്രജാക്ഷേമ തൽപരനായിരുന്നു. രാജ്യവിസ്തൃതി വളരെയുണ്ട്. പ്രജകളുടെ ക്ഷേമം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് മറ്റെന്തൊരു കാര്യമുള്ളൂ. തൻ്റെ സ്വന്തം കുട്ടികളെ പിതാവ് എന്നതുപോലെയാണ് അദ്ദേഹം പ്രജകളെ സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരേ ഒരു മകളേ ഉള്ളൂ കേട്ടോ. ആ കുട്ടിയാണ് വാസവദത്ത. കവികൾക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെയേറെ പ്രോത്സാഹനം നൽകുന്ന ഒരു രാജവംശമാണ് ഉജ്ജയിനിയിലെ രാജവംശം. നമ്മുടെ കാളിദാസനും ബാണഭട്ടരും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സദസ്യരായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ചന്ദ്രസേന രാജാവിൻ്റെ കാര്യത്തിലേക്ക് അടക്കാം. വാസവദത്ത മഹാരാജാവ് നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് സംഗീതമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. നൃത്തം വളരെ ഇഷ്ടമായിരുന്നു. രാജസദസ്സിൽ ഗായകരെയും നർത്തകികളെയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. വാസവദത്തയായിട്ട് അതീവ സുന്ദരിയാണ്. വളരെ അറിവുള്ള കുട്ടിയാണ്. നൃത്തം നന്നായി പഠിച്ചിട്ടുണ്ട്. സംഗീതവും പഠിച്ചിട്ടുണ്ട്. ഉജ്ജയിനിയിലെ സംഗീതജ്ഞരൊക്കെ വാസവദത്തെ പഠിപ്പിച്ചു. പക്ഷേ വാസവദത്തേക്ക് ഇനിയും പഠിച്ചു മതിയായിട്ടില്ല. ഇതിൽ കൂടുതൽ സംഗീതം പഠിക്കണം എന്നുള്ള ആഗ്രഹം. പിതാവായ മഹാരാജാവിനും ആഗ്രഹമുണ്ട്. നല്ല ഗുരുവിനെ കിട്ടിയാൽ ഇനിയും പഠിപ്പിക്കാൻ നല്ല മകളെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അടുത്തൊരു രാജ്യമുണ്ട് കേട്ടോ, വത്സരാജ്യം. അവിടെ ആ രാജാവും ഉജ്ജയിനിയും വത്സരാജ്യവും തമ്മിൽ നല്ല ശത്രുതയാണ്. എന്തു ചെയ്യും? പല ഘട്ടങ്ങളിലായിട്ട് പല ദിക്കുകളിൽ വെച്ചിട്ട് ക്ഷേത്ര സന്ദർശന സമയത്തും രാജാക്കന്മാരുടെ കൂട്ടായ്മയുടെ സമയത്തുമൊക്കെ ആയിട്ട് വത്സരാജ്യത്തിലെ അനന്തരാവകാശിയായ ഉദയരാജകുമാരൻ്റെ ചന്ദ്രസേന മഹാരാജാവ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം കണ്ട നല്ല യോഗ്യൻ, യുവാവ്, നല്ലൊരു യുദ്ധ നിപുണൻ, നല്ലൊരു യോദ്ധാവ്, എല്ലാവിധ ആയോധന കലകളും അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ഒരു വേദാന്തിയാണ്. വേദജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊള്ളാം. ഇതൊന്നും കൂടാതെ അദ്ദേഹം അങ്ങേയറ്റം സംഗീതജ്ഞനും കൂടിയാണ്. നല്ലൊരു സംഗീതജ്ഞനും കൂടിയാണ്. ചന്ദ്രസേന മഹാരാജാവ് അങ്ങോട്ട് മോഹിച്ചു പോയി ഉദയരാജാവിനെ കണ്ടപ്പോൾ, ഈ കുമാരനെ കണ്ടപ്പോൾ. എൻ്റെ മകൾക്ക് ഈ രാജകുമാരൻ ഭർത്താവായി വന്നെങ്കിലോ എന്ന് അദ്ദേഹം അങ്ങോട്ട് മോഹിച്ചു. എന്നാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയെ അങ്ങോട്ട് തീരും. രണ്ടു കൂട്ടരും അവിടെയാണെങ്കിൽ രാജകുമാരൻ മാത്രമേ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ രാജകുമാരിയും മാത്രമേ ഉള്ളൂ. രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. പക്ഷെ എന്താ ചെയ്യണേ? ഈ ശത്രു രാജകുമാരനെ ക്ഷണിക്കാനോ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനോ വല്ലതും പറ്റുമോ? അയ്യോ, ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കല്ലേ, അങ്ങേയറ്റല്ലേ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ആലോചിച്ചിട്ട് എന്താ കണ്ടതെന്നറിയാമോ? ഈ ചന്ദ്രസേന രാജാവിന് ഉജ്ജയിനിയിൽ ഒരു ആനയുണ്ട്, ഒരു കൊമ്പനാനയാണ്. കൊമ്പനാന എന്ന് പറഞ്ഞാൽ അസാമാന്യ വലുപ്പം. അതുകൂടാതെ വളരെ നീളം കൂടിയ തുമ്പിക്കൈ. ആനകളുടെ സൗന്ദര്യം തന്നെ അതാണല്ലോ. തുമ്പിക്കൈ ഇങ്ങനെ നിലത്ത് മുട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. വിശറി പോലെ വളരെ വലിയ ചെവികൾ, അതിമനോഹരമായി നല്ല ആകാരമൊത്ത കൊമ്പുകൾ, അതുപോലെ പെട്ടി പോലെ നല്ല വയറ്, നല്ല അസൽ കറുപ്പ് നിറം. നാട്യവീര എന്നാണ് ആ ആനയുടെ പേര്. ഈ നാട്യവീരൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നും കണി കാണാനായിട്ട് രാജ്യാങ്കണത്തിൽ കൊണ്ടുവന്ന് നിർത്തും ഈ ആനയെ.
കൊമ്പനാനയെ. അങ്ങനെയാണ് പതിവ്. രാജാവും മന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഈ ആനയുടെ ഒരു രൂപം, ഒരു ശില്പം അങ്ങോട്ട് ഉണ്ടാക്കി വിദ്യാപർവ്വതത്തിൻ്റെ താഴ്വരയിലിട്ട്, അതായത് ഉജ്ജയിനി രാജ്യത്തിൻ്റെ അതിർത്തിക്കടുത്തായിട്ട് കൊണ്ടുവന്ന് ആനയെ കാട്ടിൽ മേയാൻ വിട്ടേക്കണ പോലെ തോന്നുള്ളൂ കണ്ട. കാലിൻ്റെ അടിയിൽ ചക്രമുണ്ട്, ഉന്തിക്കൊണ്ട് വേണമെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ പോവാം. ഈ കാണുന്ന വലുപ്പമേ ഉള്ളൂ, വലിയ ഭാരമില്ല, 4 ആളുകൾക്ക് വലിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. ഈ ആനയുടെ ഈ വയറിനകത്ത് ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്ന് അകത്ത് കയറിയാൽ അവിടെ ഒരു 3-4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനും കിടക്കാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ സൗകര്യങ്ങളോട് കൂടിയൊരു മുറിയാണ് അവിടെ. അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ആനയെ കൊണ്ടുവന്ന് നിർത്തി. ഈ ആനയെ പലരും വന്ന് കാണുന്നുണ്ട്. ഇന്ന് കണ്ടിടത്തല്ല ആന നാളെ ആരും കാണാണ്ട് രാത്രി മങ്ങുങ്ങൊക്കെ മാറ്റുക. അപ്പോൾ ആന നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക, ജീവനുള്ള ആനയെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ കേട്ട് ഈ ആനയുടെ പ്രശസ്തി വത്സരാജ്യത്ത് എത്തി. അപ്പോൾ ഉദയകുമാരന് തോന്നി, ഇങ്ങനെ ഒരു ആനയോ, ഇത്ര വലിയ ആന, അത്ര കാണാൻ മാത്രമുള്ളൂ, എന്താണ് ഒരു ആനയല്ലാണ്ട് ഇപ്പം എന്താ, അല്ല ഈ ആനയ്ക്ക് ഇത്തിരി പ്രത്യേകതയൊക്കെ ഉണ്ടേ, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാനായിട്ട് പോയി. ഉദയരാജകുമാരൻ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിയാണല്ലോ, അസാമാന്യമായ വലിപ്പം, കൊമ്പുകൾക്ക് എന്ത് ഭംഗി, എന്താ കറുപ്പ് നിറം ആനയുടെ, കൂടാണ്ട് ഇതിൻ്റെ തുമ്പി അതൊന്ന് കാണേണ്ടതാ, നല്ല കടഞ്ഞെടുത്ത പോലെയുള്ള കാലുകൾ. അങ്ങനെ ഈ ആനച്ചന്തം കണ്ടങ്ങനെ ആസ്വദിച്ച് നിന്ന് നേരം പോയതറിഞ്ഞില്ല. നേരം കുറച്ച് ഇരുട്ടാ അയ്യോ നേരം സന്ധ്യയായല്ലോ, ഇരുട്ട് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോകാൻ നോക്കട്ടെ, ഭടന്മാരെ കൂട്ടുകാരെയൊക്കെ ദൂരെ നിർത്തിയേക്കുക. അപ്പോഴത്തേക്ക് ഈ വാതിലങ്ങോട്ട് തുറന്ന്, ആനയുടെ വാതിലങ്ങോട്ട് പെട്ടെന്നാണ് തുറന്ന് ഒരു 3-4 രാജഭടന്മാരും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ രാജകുമാരിയെ അങ്ങോട്ട് വലിച്ചു തൂക്കി ഈ ആനയുടെ വയറിനകത്തൊക്കെ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അവിടെ കൊണ്ടുവന്നിരുത്തി വാതിൽ കൂട്ടി. അദ്ദേഹത്തിന് താനെന്താ വല്ല അപകടത്തിൽപ്പെട്ടോ, തന്നെ ആരെയും പിടിച്ചുകൊണ്ട് പോടെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് നീങ്ങി തുടങ്ങി. ആൾക്കാർ വലിച്ച് എന്തിനു പറയണു, രാജകുമാരനെ ആനയുടെ വയറിനകത്തേക്ക് കയറ്റി ഒളിപ്പിച്ചുകൊണ്ട് ഉജ്ജയിനിയിലേക്ക് പോയി. നേരം വെളിച്ചായപ്പോഴത്തേക്ക് ഉജ്ജയിനി രാജകൊട്ടാരത്തിൻ്റെ രാജാങ്കണത്തിൽ നാട്യവീര ചെന്നെത്തി. വാതിൽ തുറന്ന് ഉദയനെ ഇറങ്ങി. അവിടെ അദ്ദേഹത്തെ താഴത്തോടുകൂടി അവിടുത്തെ കന്യകമാരെന്ന് പറഞ്ഞാൽ രാജകുമാരിയുടെ തോഴിമാർ വന്ന് താലം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. രാജാവിൻ്റെ മുമ്പിലെത്തി സിംഹാസനം കൊടുത്ത് ഇരുത്തി ആദരിച്ചു. അദ്ദേഹത്തോട് ചന്ദ്രസേന മഹാരാജാവ് ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സൗന്ദര്യം കണ്ട്, നിങ്ങളുടെ അഴക് കണ്ട്, നിങ്ങളുടെ ആ യുദ്ധ നേതൃത്വം, യോദ്ധാവ് എന്നുള്ളതിൽ നിങ്ങളുടെ പ്രശസ്തി കണ്ട് ഒക്കെ മോഹിച്ച് എൻ്റെ മകളായ വാസവദത്തയെ വിവാഹം ചെയ്തു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നേരിട്ട് അവിടെ വന്ന് പറയാം, നമ്മൾ 2 ശത്രു രാജ്യങ്ങളായി പോയില്ലേ കുമാര, അതുകൊണ്ടാട്ടോ വരാഞ്ഞ്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, എൻ്റെ മകൾ സംഗീത വിദുഷിയാണ്, അങ്ങും നല്ലൊരു സംഗീതജ്ഞനാണല്ലോ, എൻ്റെ മകളെ സംഗീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സംഗീതം തനിക്ക് സിദ്ധിയുണ്ട്, അത് മറ്റൊരാൾ വന്ന് ചോദിച്ചാൽ പഠിപ്പിച്ച് കൊടുക്കണം, അത് തന്നെയാണ് കുമാരൻ്റെയും ആഗ്രഹം. കുമാരൻ തന്നെ സമ്മതിച്ച് ഏകദേശം 1 വർഷക്കാലത്തോളം അവിടെ താമസിച്ച് വാസവദത്തെ സംഗീതം പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഈ രാജകുമാരനെ കാണാണ്ടായി. രാജകുമാരൻ അപ്പോൾ തീർത്ഥയാത്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അങ്ങനെയാണെന്ന് കരുതി ഒരു ദിവസം ഇങ്ങനെ വിവാഹകാര്യമൊക്കെ, ഇനി അങ്ങക്ക് വാസവദത്തെ വിവാഹം കഴിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അങ്ങേക്ക് എൻ്റെ രാജ്യത്തെയും എൻ്റെ രാജകുടുംബാംഗങ്ങളെയും കുമാരിയെയും ഒക്കെ പരിചയമായല്ലോ, വിവാഹത്തിന് സമ്മതം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുമാരൻ പറഞ്ഞു, എനിക്ക് വളരെ സമ്മതമാണ്, നല്ല കുട്ടിയാണ് വാസവദത്ത എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ 2 പേരെയും നാട്യവീരയുടെ പുറത്ത് കയറ്റി വത്സദേശത്തേക്ക് പോയി. ചന്ദ്രസേന മഹാരാജാവും കൂടെ പോയി, രാജ്ഞിയും കൂടെ പോയി. കുറേ പരിവാരങ്ങളോടുകൂടി വത്സരാജ്യത്ത് ചെന്ന് അവിടുത്തെ രാജാവ് അവരെ സ്വീകരിച്ചിരുത്തി. കാരണം ശത്രുരാജ്യമായാലും അതിഥിയായിട്ടല്ലേ വന്നിരിക്കുന്നത്, മാത്രമല്ല തൻ്റെ മകനെ കൊണ്ടുവരികയും ചെയ്തു, കാണാതെ പോയേക്കായിരുന്നു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ രാജകുമാരനെയും രാജകുമാരിയെയും സ്വീകരിച്ച് ഉജ്ജയിനെ
രാജകുമാരിയായ വാസവദത്തയെ വത്സദേശത്തെ രാജകുമാരനായ ഉദയൻ വിവാഹം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി രണ്ട് രാജ്യത്തിൻ്റെ ശത്രുതയ്ക്ക് അങ്ങോട്ട് പോയി. പിന്നീട് അവർ യോജിച്ച ഈ രാജ്യഭരണം എല്ലാ രണ്ട് അച്ഛന്മാരും അവരവരുടെ രാജ്യം ഉദയ രാജകുമാരനും വാസവദത്ത രാജകുമാരിക്കുമായി നൽകി. രണ്ട് രാജ്യങ്ങളും ഒന്നുപോലെ ഉദയകുമാരൻ ഭരിക്കുകയും ചെയ്തു. ക്ഷേമൈശ്വര്യമൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി നല്ല സമ്പൽ സമൃദ്ധിയായി ഈ രാജ്യത്ത്. ഇതാണ് ഇന്നത്തെ കഥ, വാസവദത്തയുടെ വിവാഹം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ കുട്ടികളെ കേൾപ്പിക്കണം. മറ്റുള്ളവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഞാൻ മാലതി വാര്യർ. എൻ്റെ ചാനലാണ് കഥകൾ അതിസാഗരം. ഓക്കെ, നന്ദി.